ദില്ലിയിലെ വിദ്യാഭ്യാസ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ബിജെപിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തിയ അതിഷി ദില്ലിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി മാറാൻ പോവുകയാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിക്കുള്ളിൽ മന്ത്രിമാർക്കൊപ്പമുണ്ട്. നോബൽ മാരിക്കാരനും അവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. നോബൽ മാരിക്കാരൻ, നോബൽ നിൽക്കുന്നയിടത്ത് ഒരു രാജിയും അതിനുശേഷം ഒരു സത്യപ്രതിജ്ഞയുമാണ് ഒരുങ്ങുന്നത്. സുജയ, ഞാൻ നിൽക്കുന്നിടത്ത് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജിക്കത്ത് ഇപ്പോൾ കൈമാറിയിട്ടുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കൈമാറും എന്നാണ് വ്യക്തമാക്കിയത്. അതിനു പിന്നാലെയാണ് അദ്ദേഹം നിയമസഭാ കക്ഷി നേതാവായി അതിഷി മർലിനെ തെരഞ്ഞെടുത്തുള്ള കത്ത് ലഫ്റ്റനന്റ് ഗവർണർ കൈമാറുക. സത്യപ്രതിജ്ഞ ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ കൂടിയാലോചനകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗവർണറുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് രാവിലെ ഗോപാൽ റായ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ദില്ലിക്ക് ഷീലാ ദീക്ഷിത്തിനും അതോടൊപ്പം തന്നെ സുഷമ സ്വരാജിന് ശേഷം മറ്റൊരു വനിതാ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. വളരെ കുറച്ച് കാലഘട്ടം മാത്രമാണ് ഇതിൽ അതിഷിക്ക് ലഭിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഫെബ്രുവരിയിലാണ് ദില്ലിയിൽ നടക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയുള്ള സമയം മാത്രമാണ് അതിഷിക്ക് ഉള്ളത്. പക്ഷേ വളരെ നിർണായകമായ 6 മാസമാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആം ആദ്മി പാർട്ടി, ഒരു കണക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ നിയമവഴിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് നീതി ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ജനങ്ങളുടെ കോടതിയിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയുള്ള നീക്കങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മാറ്റത്തിലൂടെ യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നത്. ആ പശ്ചാത്തലത്തിൽ വരുന്ന 6 മാസം ദില്ലിയുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിനോടകം തന്നെ പ്രത്യേകിച്ച് വൈദ്യുതി ഫ്രീ, അതോടൊപ്പം തന്നെ വെള്ളം ഫ്രീ, അങ്ങനെ നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 3 തവണയും ഇവിടെ അധികാരത്തിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീണ്ടും ഒരു അധികാര തുടർച്ച തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. സ്വാഭാവികമായും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അതിഷിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിഷി എത്തുന്നു. ദില്ലിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അതിഷി മർലേന എത്തുന്നു. ദില്ലിയിലെ ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയിൽ നിന്നാണ് നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകുന്നത്.